കൃഷ്ണനെ കാണാനില്ലാന്ന് കൃഷ്ണനെ കാണാനില്ലെന്ന് ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞു. അത് ഇവർ തന്നെ പേയ്മെന്റ് പറയിപ്പിച്ചതാണ്. പേടിച്ചു പോയല്ലോ. ഒരു റീടെസ്റ്റ് ഉണ്ടായിരുന്നു, ഭാഗ്യവശാൽ മാറ്റിവെച്ചു. ഇന്നൊരു ദിവസം സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു, സമ്മതിക്കൂല. നാളെ ടെൻഷൻ അടിക്കുന്നുണ്ട് സത്യം. അപ്പോ ഗായ്സ്, നമ്മളൊരു എത്തിനിക്കിന് ഒരു എത്തിനിക്ക് ആകെ ഉള്ളൂ അല്ലേ ഗായത്രി? വാ, എത്തിനിക്കിന് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രഷേഴ്സിനെ കളിച്ചതാണ്. ഇയാളെ അറിയാമോ? പണ്ടത്തെ വ്ലോഗിൽ, എൻ്റെ ഫസ്റ്റ് വ്ലോഗിൽ ഉണ്ടായിരുന്നു. എന്റെ പാട്ട് സൂപ്പർ. എന്റെ പാട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ മോശം അഭിപ്രായം. അവൻ എന്റെ ഇത്രയും പാവമായിട്ടുള്ള ഒരു ബ്ലോഗറിനെ എവിടെ കിട്ടും? ഹായ് ഗായ്സ്. ഗായ്സ്, ആ കേൾക്കണവർ ഉറങ്ങിപ്പോ. ഗായത്രിയാണ് ത്രീ. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ പ്രാക്ടീസിന് വന്നിരിക്കുകയാണ്. ഞാൻ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നറിഞ്ഞൂടാ, നമുക്ക് എത്നിക് ഡേ വരാൻ പോവാണ്. അപ്പോൾ അതിന് ഒരു ഡാൻസ് നമ്മൾ പ്ലാൻ ചെയ്തു. അത് എൻ്റെ വീട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുവാണ്. ഇതാ നടക്കുന്നു. അപ്പോൾ ഇവർ കഴിക്കുന്നില്ല ഗൈസ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും. നാളെ ഉണ്ട് പ്രാക്ടീസ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം സ്ക്രീനിങ് ആണ്. അത് വിജയകരമായി കഴിഞ്ഞാൽ നമ്മൾ എത്നിക്കിന് കളിക്കുന്നതായിരിക്കും. ഞാൻ എന്ത് കളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ പഠിക്കുമെന്നാണ് എൻ്റെ ഓവർ കോൺഫിഡൻറ്റ്. ഇതെന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഫ്രഷേഴ്സിലേക്ക് ഞാൻ അങ്ങനെയാണ് കളിച്ചത്, അതുകൊണ്ട് രക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഗായത്രി ഇതുപോലെ അതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ളൊരു ദിവസം വീഡിയോ കോൾ വിളിച്ച് പഠിപ്പിച്ചു തന്നതാണ്. അതുപോലെ നമ്മൾ പഠിക്കുന്നത് വരെ അത്രയും പഠിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. അതുപോലെ സൂപ്പറായിട്ട് കളിക്കുകയും ചെയ്ത്, തെറ്റിച്ചില്ല. അങ്ങനെ പഠിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവർ ആദ്യം പഠിച്ചിട്ട് ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു. കാണിക്കാം. ഗായത്രി വന്നിട്ടുണ്ട്. അത് പ്രാക്ടീസ് നടക്കുവാണ്. വാ അളകിന്തു. ഹായ് ഗൈസ്. ഞാൻ എങ്ങനെ അപ്പം എല്ലാവരും കൂടെ നമ്മൾ 3 പേരേ ഉള്ളൂ. പക്ഷെ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 8 പേരുണ്ട്. 8 പേരെ ഡാൻസ് ആണ്, 2 പേരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഗൈസ്, ഗായത്രി പോവുകയാണ്. അതെ, ഇന്ന് ഞാൻ അപ്പുവിന്റെ വീട്ടിലോട്ട് വന്നിരിക്കുന്നു. അതെ അതെ, ഇന്ന് അപ്പു എന്റെ വീട്ടിലോട്ട് വന്നിരിക്കുന്നു. അതാണ് ഗായത്രി ഇപ്പൊ പോവും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. മൈൻഡപ്പ് ചെയ്യാറില്ലേ? അതെ അതെ. ഇനി നാളെയാണ് ബാക്കി പ്രാക്ടീസ്. ഗൈസ്, അപ്പോൾ ഇന്നലത്തെ പ്രാക്ടീസ് ഇന്ന് കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. കരഞ്ഞ് കാല് പിടിച്ചൊരു സ്റ്റേ ബാക്ക് തന്നു. ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോണല്ലേ? സ്പീക്കറൊക്കെ ഉണ്ട്. സൂപ്പറായിരിക്കും അല്ലേ? നമ്മൾ കഴിക്കുകയാണെന്ന് പ്രാക്ടീസ് ചെയ്യും. ഒരു രാത്രി കൊണ്ട് പഠിച്ചിരിക്കുന്ന ഓവർ കോൺഫിഡൻറ്റ് കൊണ്ട് ഞാൻ മടിയൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ സെറ്റാണ്. Body muscle.
ഇത് സ്ക്രീനിങ് ആയിരുന്നു. നമ്മളെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് സ്ക്രീനിങ് അതികഠിനമായിട്ട് നമ്മൾ തോറ്റു. നമ്മളെ സ്ക്രീനിങ് എങ്ങനെയായിരുന്നു പറ. ഓ സ്ക്രീനിങ്ങിനെ പറ്റി ഒന്നും പറയണ്ട. പക്ഷെ നമ്മൾ നോക്കിക്കോ ഡാൻസ് അടിപൊളിക്കും. സ്ക്രീനിങ്ങിന് അടിച്ചു പൊളിക്കും. എല്ലാരും കാണണം ഗൈസ്, കാണണം. അവസാനം അപർണ മറ്റേ നമ്മൾ എത്രയും കളിക്കുന്ന ഡാൻസ് അറ്റാച്ച് ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ട് വേണം. അപ്പോൾ ഗൈസ് ദാ വീഡിയോ ആവുന്നത് നമ്മൾ ഓഡിയോ ഇനിയാണ് അയക്കാൻ പോകുന്നത്. പട്ടി തമിഴ തമിഴ ജിമുക്കി ബോട്ട മൈല മൈല